ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നല്ലൊരു വർഷം എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് ജോലിയുള്ള ദിവസമാണ്. രാവിലെ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് വേണം പോകണം. അവർക്ക് അവധിയുള്ള ദിവസമാണല്ലോ, അപ്പോൾ കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. അതാണ് നമ്മുടെ മുല്ലപ്പൂ എല്ലാം വാടിയിട്ടുണ്ട്, ചൂടിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ, അടുക്കള വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ചായ അനത്തി കടലക്കറിയും പുട്ടുമാണ് ഇന്ന്. ഇപ്പം തന്നെ പുട്ടിനുള്ള കടലക്കറി ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടിന് ഞാൻ അതിൻ്റെ കൂടെ നനച്ച് വെച്ചു. പിന്നെ നമ്മുടെ ചോറ് വേകാറായി. ചീര ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീരത്തോരനും കടലക്കറിയും പിന്നെ നമ്മുടെ ഇച്ചിരി കോവയ്ക്കാക്കറി ഇരിപ്പുണ്ട്. അതും കൂടാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ആഹാരം. എനിക്ക് 8:45 ജോലിക്ക് പോകേണ്ടതാണ്. നമ്മുടെ ചോറ് അതിൻ്റെ കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. കടലക്കറി കുക്കറി വെക്കാനായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കടല വേവിക്കാതെ തന്നെ എല്ലാം കൂടിയിട്ട് മസാല എല്ലാം വഴറ്റിയ ശേഷം കടല ഇട്ടങ്ങ് വേവിച്ച് വെക്കുവാണ്. നല്ല സമയം കിട്ടത്തില്ല. നമുക്ക് രാവിലെ ധൃതി വെച്ച് പോകുന്നിടത്ത് കടല വേവിച്ച് പിന്നെ അത് വഴറ്റി വരുമ്പോഴത്തേക്കും സമയം പോകും. ഒന്നിച്ചങ്ങ് വെക്കും. ഇപ്പോൾ ഈ ചോറ് നമ്മൾ ഇപ്പം റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. 8:30 വീണ്ടും ഒന്നെടുത്ത് തിളപ്പിച്ച് അന്നേരത്തേക്ക് നമുക്ക് ചോറ് വെന്ത് കിട്ടും. ഞാൻ വൈകിട്ട് വെച്ച് വെക്കാറില്ല, എളുപ്പം വേകുന്ന അരിയാണ്. ഇപ്പം നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. പിന്നെ നമ്മുടെ ചീരയ്ക്കുള്ള തേങ്ങയെല്ലാം എടുത്ത്, ഇത് നമ്മുടെ പുട്ടിനുള്ള പീരയാണ്. ഞാൻ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടപ്പുട്ടാണ്. അപ്പോൾ അതിൽ ഒറ്റയൊരെണ്ണം മാത്രം എടുത്ത് തിന്നും. അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു ആവശ്യത്തിനുള്ളത് എടുത്ത് നന്നായിട്ട് കഴിച്ചോളും. അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കുന്നത്. നമ്മുടെ പുട്ട് അതിൻ്റെ കൂടെ റെഡിയാക്കാനായിട്ട് വെച്ചു. നമ്മുടെ കോവയ്ക്കക്കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചു. ഇനി ചീരയ്ക്കുള്ളതെല്ലാം ചതച്ച് വെച്ചു. പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു, കടലക്കറി വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി പാത്രം എല്ലാം കഴുകണം. ഇത് നമ്മുടെ രസവേവിക്കും ഉണ്ടായതിന് വേവിക്കും ഉള്ളതാണ്. കോവയ്ക്കക്കറിയാണ് ഒഴിച്ചിരിക്കുന്നത്. മീനും അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന എന്തും കഴിക്കും. അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമില്ല. ഇനി ഇവിടുത്തെ അടുക്കളയിലെ പരിപാടിയൊക്കെ ഏറെക്കുറവ് കഴിഞ്ഞു. സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്. ഇനിയിപ്പം മുകളിൽ അവർക്കെല്ലാം കൊടുത്തിട്ട് കുറേ തുണിയുണ്ട്, അതെല്ലാം മെഷീനകത്തിട്ട് മുളക് ഉണക്കാൻ വയ്ക്കണം. നമ്മുടെ മുളകും എടുത്ത് ഞാൻ വെയിലത്ത് വെച്ചു. വെയിൽ വന്നിട്ടില്ല, വെയിൽ ഉറച്ച് വരുന്നതേ ഉള്ളൂ. അമ്മമാരെടുത്ത് ഉണങ്ങി കഴിയുമ്പോൾ വെച്ചോളൂ. പിന്നെ നമ്മുടെ ഡയനി ബേബിക്കും കൊടുത്ത് കഴിക്കാനായിട്ട്. നമ്മുടെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി തൂത്തുവാരലും ഒക്കെയാണ്. നമ്മുടെ ചീരയുടെ വേകുന്നുകൊണ്ടിരിക്കുന്നു. കടലക്കറി അപ്പോൾ നമ്മുടെ ചീരയും കടലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് ഒന്നുകൂടെ വേഗം വെക്കണം. സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ സമയം 8:15 കഴിഞ്ഞു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുപോകാൻ എടുക്കണം. അമ്മ 2 പേരും എണ്ണീറ്റിട്ടില്ല. അവർ എണ്ണീറ്റ് വന്ന് ഒരിടത്ത് കഴിച്ചോളൂ. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ മതി. അങ്ങനെ നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. അടുക്കളയിൽ ജോലിയും തൂത്തുവാരും എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ടിഫിനെല്ലാം ഞാനിവിടെ എടുത്തു. എല്ലാം കറികളെല്ലാം കൂടെ ഒന്നിച്ചാണ് എടുത്തേക്കുന്നത്. ചൂടായതുകൊണ്ട് നമ്മൾ പ്രത്യേകം പാത്രങ്ങളിലൊന്നും എടുക്കുന്നില്ല.
ജോലിക്ക് പോകാൻ ഇറങ്ങുവാണ്. തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇവിടെ ഇല്ല. നമുക്ക് 5:30 സന്ധ്യ നമസ്കാരം ഉണ്ട്, അതിന് വേണ്ടി പോയിരിക്കുകയാണ്. നമുക്കെൻ്റെ വിഷുവിൻ്റെ അപ്പുറത്തെ ചേച്ചി തന്നെയാണ് പായസം തന്നിട്ടുണ്ട്. രണ്ടുപേരും കുടിച്ചിട്ടാന്ന് പോകാൻ തോന്നുന്നു. ഇവിടെ ഗ്ലാസ്സൊക്കെ ഇരിപ്പുണ്ട്. ഗ്ലാസ്സിലൊക്കെ എടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല മഴയായിരുന്നു ഇവിടെ. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്തു. 3/4 മണിക്കൂറുണ്ടായിരുന്നു. അപ്പം വരാനായിട്ടും താമസിച്ചു. രണ്ടുപേരും പള്ളിയിൽ പോയിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.